ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, സവാള, വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പോടെ ചേർത്ത് കൊടുക്കാമായിരുന്നു. ഞാൻ ഉപ്പ് ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ ലേശം ഉലുവപ്പൊടി, പിന്നെ അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മളിവിടെ ഒരു 2.25 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മളിവിടെ ഒരു 3.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അധികം വെള്ളം ചേർക്കുന്നില്ല. ഈ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് ഈ അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളവും പുളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. നമ്മളധികം ചാറില്ലാത്ത കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് നെയ്മീൻ്റെ തലയാണ്. ഇത് ഫുള്ളായിട്ടുള്ള തലയല്ല, നമുക്ക് പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തിളയ്ക്കുന്ന അരപ്പിലേക്ക് നമുക്ക് ഈ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആ പീസുകളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ അധികം ചാറൊന്നും വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ എടുത്ത് ഈ അരപ്പുകളൊക്കെ നമ്മുടെ ഈ മീനിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അരപ്പ് കുറവായതുകൊണ്ട് മീൻ അതിൽ ഈ അരപ്പിൽ മുങ്ങി കിടക്കുന്നില്ലല്ലോ, അപ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഈ മീനിൻ്റെ പുറത്തേക്ക് ആ ഗ്രേവിയൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ പീസിലേക്കും അരപ്പൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അധികം നമ്മൾ ഇളക്കി മീനൊന്നും പൊടിഞ്ഞു പോകരുത്, അപ്പോൾ സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നെയ്മീൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.